ഡൽഹിയിലുണ്ടായ CJP ആക്രമണങ്ങളിൽ 100-ലധികം പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. ഡൽഹി പോലീസിലെയും സെൻട്രൽ പോലീസ് ഫോഴ്സിലെയും അംഗങ്ങൾക്കാണ് ആക്രമണങ്ങളിൽ പരിക്കേറ്റത്. വിലക്കുകൾ ലംഘിച്ച് മുന്നേറിയ അക്രമിക്കൂട്ടം പോലീസിന് നേരെ കല്ലേറും മറ്റും നടത്തുകയായിരുന്നു. സംഭവത്തിൽ 70 പേരെ കസ്റ്റഡിയിലെടുത്തതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എസ് നന്ദഗോപൻ ജന്തർ മന്ദറിൽ നിന്നും ചേരുകയാണ്. നന്ദൻ, ഇന്നലെ ഏതാണ്ട് ഈ സമയത്ത് ആരംഭിച്ച സംഘർഷം ഇന്നലത്തെ പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഡൽഹിയിൽ കണ്ടതാണ്. അതിനിടയിലാണോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വ്യാപകമായി പരിക്കേറ്റിരിക്കുന്നത്? ഇന്ന് ജന്തർ മന്ദറിലെ സാഹചര്യം എന്താണ്? സംഘർഷത്തിന് ഏതെങ്കിലും രീതിയിലുള്ള സാഹചര്യം അവിടെ ഒരുങ്ങുന്നുണ്ടോ? RAF-നെയാണോ അവിടെ പൂർണ്ണമായും വിന്യസിച്ചിരിക്കുന്നത്? നന്ദൻ, ഗൗതം, പരിഹരിക്കപ്പെട്ട ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് CJPയുടെ നേതൃത്വത്തിൽ ഇന്നലെ പാർലമെന്റിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. ഗൗതം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇന്നലെ ഏതാണ്ട് 9 മണിക്ക് ഇതേ സമയമായിരുന്നു ഈ മാർച്ചിന് തുടക്കം കുട്ടുന്നത്. എനിക്ക് പിന്നിൽ കാണുന്ന ഒരു വെള്ള നിറത്തിലുള്ള ഒരു ഇത് കാണാം. അവിടെയാണ് ദീപകെ അടക്കമുള്ളവർ, അഭിജിത് ദീപകെ അടക്കമുള്ളവർ, ഈ സമരത്തിൽ പങ്കെടുത്തവരൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അവർ അവിടെ നിന്നും അണികളെയും കൂട്ടി ഇങ്ങനെ മുന്നോട്ട് വരികയായിരുന്നു. മുന്നോട്ട് വന്ന് ഏകദേശം പോലീസ് 2 ഇടങ്ങളിൽ ബാരിക്കേഡ് തീർത്തു. എന്നാൽ ആദ്യ സെറ്റ് ബാരിക്കേഡുകൾ അത് തകർത്ത് വീണ്ടും മുന്നോട്ട് പോവുകയായിരുന്നു ഈ സമരക്കാർ എന്നുള്ളതാണ്. മാത്രമല്ല, ആദ്യ സെറ്റ് ബാരിക്കേഡ് തകർത്തപ്പോൾ പോലീസ് സംയമനം പാലിച്ചു. പോലീസ് കാര്യമായി പ്രതികരിച്ചില്ല. അതേസമയം പോലീസ് പ്രതികരിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ പോലീസിനെ പ്രകോപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ പോലീസിന് നേർക്ക് കല്ലും അതേപോലെ തന്നെ ഇഷ്ടിക കഷ്ണങ്ങളും ഒക്കെ തന്നെ വലിച്ചെറിയുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് പോലീസിനെ ലാത്തി വീശേണ്ട ഒരവസ്ഥയുണ്ടായി. പോലീസ് കാര്യമായ രീതിയിലുള്ള ഒരു ലാത്തി ചാർജിലേക്കൊന്നും പോയില്ല. കാര്യം ഇവിടെ വലിയ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ലാത്തി ചാർജ് നടത്തിയാൽ അത് ഒരുപക്ഷെ മറ്റൊരു ദുരന്തത്തിന് വഴിമാറുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടും, മാത്രമല്ല ഇരവാദം ഉന്നയിച്ചുകൊണ്ട് സ്വാഭാവികമായും CJP വീണ്ടും രംഗത്തെത്തും. ഇതൊക്കെ ഒഴിവാക്കാൻ പോലീസ് സംയമനം പാലിക്കുകയായിരുന്നു. പോലീസ് ലാത്തി വീശി ആ സമയം ക്രമസമാധാനം ഒന്ന് നിയന്ത്രിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ പിന്നീട് വീണ്ടും ഈ ബാരിക്കേഡുകളൊക്കെ തകർത്ത് വീണ്ടും മുന്നേറ്റ് പോയ ഈ CJP അക്രമികളെ പോലീസ് തുരത്തുവാൻ വേണ്ടി വീണ്ടും ലാത്തി വീശേണ്ട ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം ഈ പോലീസിന് നേർക്ക് വ്യാപകമായ അക്രമമാണ് ഇവർ അഴിച്ചുവിട്ടത്. ഏതാണ്ട് 118 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് ഇതിൽ പരിക്കേറ്റിട്ടുള്ളത്. 118 പോലീസ് ഉദ്യോഗസ്ഥർ അത് ഡൽഹി പോലീസിലെയുമുണ്ട്. അതേപോലെ തന്നെ RAF-ൻ്റെയും CRPF-ൻ്റെയും സെൻട്രൽ ഫോഴ്സിൻ്റെ ഭാഗമായി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുമാണ് ഇതിൽ പരിക്കേറ്റിട്ടുള്ളത്. ഈ പരിക്ക് പലരുടെയും പരിക്കുകൾ ഗുരുതരമാണ്. പലർക്കും വലിയ പാറക്കഷ്ണങ്ങൾ കൊണ്ടൊക്കെ തന്നെയുള്ള ഏറുകളാണ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ തല പൊട്ടിയും അതേപോലെ തന്നെ നെഞ്ചത്തേറൊക്കെ കിട്ടിയുമാണ് ഇവർക്കൊക്കെ പരിക്കേറ്റിട്ടുള്ളത്. ആ പരിക്കുകളൊക്കെ ഗുരുതരമാണ്. ഏതായാലും ഇവർക്കെതിരെ ഈ പോലീസ് ഈ ഫേസ് ഡിറ്റക്ഷൻ ക്യാമറകൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കുറേയൊക്കെ അക്രമികളെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയിലെ വിവിധ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ജന്തർ മന്ദിറും അതേപോലെ തന്നെ ഈ പരിസരമൊക്കെ തന്നെ നമുക്കറിയാം ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. തൊട്ടടുത്ത് പാർലമെൻറ്റുണ്ട്, മന്ത്രിമന്ദിരങ്ങളുണ്ട്, ഒപ്പം തന്നെ ഹൈക്കോടതി, സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക വസതികളുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ആ നിരോധനാജ്ഞയെ മറികടന്നുകൊണ്ടാണ് പോലീസ് ഈ അക്രമികൾ ഇവിടേക്ക് കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് കൃത്യമായ നടപടികൾ എടുത്തേ മതിയാവൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ജന്തർ മന്ദിറിലാണ്. ജന്തർ മന്ദിറിലാണ് കേരള ഹൗസുമുള്ളത്. ഈ കേരള ഹൗസിന് മുന്നിലെ ദൃശ്യങ്ങൾ ക്യാമറമാൻ അമൽ ഇപ്പോൾ അതൊന്ന് പാൻ ചെയ്ത് കാണിക്കും. ഈ കേരള ഹൗസിൻ്റെ മുന്നിലെ ദൃശ്യങ്ങളാണ്. സാധാരണ നമ്മൾ ആന കരിമ്പുംകാട്ടിൽ കയറിയാലുള്ള അവസ്ഥ എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ അതിനൊരു സമാനമായ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇന്നലെ ഈ അക്രമിക്കൂട്ടം കാണിച്ച് ഒരു പ്രവൃത്തിയാണിത്. ഇതിനു മുന്നിൽ ഈ കേരള ഹൗസിന് മുന്നിൽ നട്ടിരുന്ന മുഴുവൻ ചെടികളും ഇത്തരത്തിൽ ചവിട്ടി നശിപ്പിച്ചു. അങ്ങനെ വ്യാപകമായ അക്രമം. ഏതാണ്ട് 50-ലധികം സർക്കാർ വാഹനങ്ങളാണ് ഇന്നലെ തകർത്തത്. ചിലതിനൊക്കെ തീയിടാൻ ശ്രമിച്ചു. എന്നാൽ പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടു. എന്നാൽ വ്യാപകമായ അക്രമം നടത്തി ഇതിൻ്റെയൊക്കെ ചില്ലുകൾ തകർക്കുകയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ പോലീസിന് നേരെ വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങളുണ്ടായി. ഏതായാലും ഇന്ന് സമാനമായ രീതിയിൽ ഏതെങ്കിലും അക്രമ സംഭവം ഉണ്ടാകുമോ എന്നുള്ള കരുതലിലാണ് പോലീസുള്ളത്. ഇൻ്റലിജൻസ് ബ്യൂറോ വളരെ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ അക്രമം ഈ CJPയുടെ ഈ സമരത്തിലേക്ക് രാഷ്ട്രവിരുദ്ധ ശക്തികൾ, ദേശവിരുദ്ധ ശക്തികൾ സ്വാഭാവികമായും നുഴഞ്ഞു കയറുവാനുള്ള സാധ്യതയുണ്ട്.
അത് അക്രമത്തിലേക്ക് കലാശിക്കും. അവർക്ക് ആഗ്രഹം രക്തസാക്ഷികളെയാണ്. രക്തസാക്ഷികൾ ഉണ്ടായാൽ മാത്രമേ ഈ സമരം വിജയിക്കൂ എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ രക്തസാക്ഷികളെ വേണ്ടി അവർ ഇത്തരം അക്രമങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പോലീസ് അല്പം സംയമനം പാലിച്ചത് എന്നുള്ളതാണ്. നേരെ മറിച്ച് സെൻട്രൽ ഫോഴ്സിൻ്റെ ഒരു രീതി വെച്ചിട്ട് ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു ലാത്തി ചാർജോ അല്ലെങ്കിൽ ഷെല്ലാക്രമണം ഒക്കെ തന്നെ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൃത്യമായ സംയമനം പാലിച്ച് സമരക്കാരെ ആ രീതിയിൽ നേരിട്ടത് കൊണ്ടാണ് വലിയ രീതിയിൽ ഇപ്പോൾ ഇരവാദം ഉയർത്തി, ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ ഇരവാദം ഉയർത്തിക്കൊണ്ട് രംഗത്തെത്തിയേനെ. ഏതായാലും അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ പോലീസിനെ കൊണ്ട് സാധിച്ചു. ഇന്നലെ പോലീസ് ഇവരുടെ സമരപ്പന്തൽ പൊളിച്ചു നീക്കിയിരുന്നു. ആ സമരപ്പന്തൽ വീണ്ടും അവർ താൽക്കാലികമായി പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അഭിജിത്ത് ദീപക് അടക്കമുള്ളവർ അതിനകത്തുണ്ട്. ഇന്നിനി ഏത് രീതിയിലാണ് ഈ സമരം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇന്നലത്തെ അത്ര ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇന്നലെ കൂടുതലായും ഈ ജാമിയ മിലിയ ഇസ്ലാമിക സർവകലാശാലയിൽ നിന്നും അതേപോലെ തന്നെ JNUവിൽ നിന്നും ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നുമൊക്കെയുള്ള ഒരു വിദ്യാർത്ഥികളുടെ വലിയൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. അവർക്ക് കൃത്യമായ നിർദ്ദേശം ഇടതുപക്ഷ സംഘടനകളുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ മുഴുവൻ പ്രതിപക്ഷ സംഘടനകളുടെയും യുവജന പ്രസ്ഥാനങ്ങൾ ഇതിൻ്റെ ഭാഗമാകണം, CJPയുടെ പിന്നിൽ അണിനിരക്കണമെന്നായിരുന്നു അവരുടെ ഒരു അനൗദ്യോഗികമായ ആഹ്വാനം ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥികളുടെ ഒരു സാന്നിധ്യമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് അത്രയും ഒരു വിദ്യാർത്ഥികളുടെ സാന്നിധ്യമോ അല്ലെങ്കിൽ ഇന്നലെ ഈ സമയമായപ്പോഴേക്കും ഇവിടെ ഏതാണ്ട് ഒരു നിറയുന്ന അവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ അത്രയധികം ജനങ്ങളില്ല എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഈ അഭിജിത്ത് ദീപക് ഇരിക്കുന്ന സ്ഥലത്തിനടുത്ത് ഏതാണ്ട് ഒരു 50-60 ആൾക്കാർ കൂടി നിൽക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇന്ന് വലിയ ജനക്കൂട്ടമില്ല. സ്വാഭാവികമായും ഇന്ന് അത്തരത്തിലൊരു മാർച്ചും ഈ CJP പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതേസമയം വളരെ കൃത്യമായി തന്നെ കൂടുതൽ സേനാ വിന്യാസം അടക്കം ഈ നേരത്തെ ഈ അഭിജിത്ത് ദീപക് ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധം നടത്തിയ ജന്തർ മന്ദറിലെ ആ പന്തലുണ്ടല്ലോ, അവിടെ ഇപ്പോഴും ആ സമരം അങ്ങനെ തന്നെ പുരോഗമിക്കുന്നുണ്ടോ? അവരെ അവിടെ നിന്ന് പൂർണ്ണമായി നീക്കേണ്ടതില്ല, സമാധാനപരമായി സമരം തുടരുകയാണെങ്കിൽ അങ്ങനെ തന്നെ തുടരട്ടെ എന്ന നിലപാടാണോ ഡൽഹി പോലീസിനുള്ളത്? തീർച്ചയായിട്ടും. അതായത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ സമരപ്പന്തൽ പൂർണ്ണമായും പോലീസ് പൊളിച്ചു നീക്കിയിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി JP നദ്ദയുമായി ചില ചർച്ചകൾ ഈ സമരക്കാർ നടത്തിയിരുന്നു. അതിൽ പ്രധാനമായും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. അത് അംഗീകരിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. പിന്നീട് ഇത്തരം ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആവശ്യമാണ്. സോനം വാങ്ചുക്കിനെ തിരിച്ച് ഇതേ വേദിയിൽ തന്നെ എത്തിക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ എത്തിക്കുന്നതിൽ ഒരു രീതിയിൽ തടസ്സം നിൽക്കരുത് എന്നുള്ളതായിരുന്നു പ്രധാനമായും മറ്റൊരു പ്രധാനപ്പെട്ട വാദം ഈ സമരക്കാർ CJPക്കാർ മുന്നോട്ട് വെച്ചത്. അത് സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഡൽഹി പോലീസിൻ്റെ മൗനാനുവാദത്തോടു കൂടി തന്നെയാണ് ആ സമരപ്പന്തൽ വീണ്ടും അവിടെ ഇവർക്ക് കെട്ടാൻ സാധിച്ചത്. അല്ലാത്ത പക്ഷം അവിടെ അങ്ങനൊരു സമരപ്പന്തൽ ഉയരില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാര്യം പോലീസ് ഇന്നലത്തെ ഈ സംഭവത്തിന് ശേഷം അവർ വളരെ അലേർട്ടാണ്. മാത്രമല്ല ഇത്തരമൊരു സംഭവം ഇന്നലെ ഉണ്ടായതുപോലുള്ള ഒരു തരത്തിലുള്ള സംഭവം, ഒരു അനിഷ്ട സംഭവങ്ങളും ആവർത്തിക്കാതിരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും ഡൽഹി പോലീസും സെൻട്രൽ ഫോഴ്സും ചേർന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലത്തെ ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്നുള്ളതാണ്. മാത്രമല്ല കൂടുതൽ സേനാ വിന്യാസം അടക്കം നടത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ ആ പീരങ്കി അടക്കം ഇന്നിപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ ഈ ജലപീരങ്കി ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ജലപീരങ്കി അടക്കം പോലീസ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇന്നുണ്ടാകുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനായിരിക്കും. അതേസമയം ഇന്നലത്തെ പോലെ ഒരു അക്രമത്തിൽ ഇവർ മുതിരില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായ സൂചനകൾ. അങ്ങനെ അക്രമം നടത്തുവാനുള്ള ഒരു സ്ട്രെങ്ത്ത് ഒരു ആൾ ഇവർക്കൊപ്പം ഇന്നുണ്ടാകില്ല എന്നുള്ളതാണ്. ഇന്നലെ തന്നെ ഈ ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ളവർക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള, അതായത് ഹരിയാന, പഞ്ചാബ് അടക്കമുള്ള മറ്റ് ഈ ഡൽഹിയുമായി അടുത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ തന്നെ ഈ പ്രതിപക്ഷ കക്ഷികളുടെ ആഹ്വാനപ്രകാരം അതിൻ്റെ യുവജന സംഘടനയിൽപ്പെട്ട ആൾക്കാർ ധാരാളമായി ഇതിൽ പങ്കെടുത്തിരുന്നു. അവരൊക്കെ മടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് വലിയൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഇന്നലത്തെ പോലെയുള്ള ഒരു മാർച്ചോ അല്ലെങ്കിൽ ഇന്നലത്തെ പോലുള്ള മുദ്രാവാക്യം വിളികളോ ഇന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. മറിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ജന്തർ മന്ദറിലെ സമരം അതേ രീതിയിൽ തുടരുമെന്നുള്ളതാണ്. ഈ പ്രധാനമായിട്ടും CJPക്കുള്ള ഏറ്റവും വലിയ ആക്ഷേപം മാധ്യമങ്ങൾ ഇത് കൃത്യമായി കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ മാധ്യമ ശ്രദ്ധ ആകർഷിക്കുക കൂടിയായിരുന്നു ഇന്നലത്തെ അക്രമത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളതാണ്. അതേസമയം ഇന്നലെ മാധ്യമപ്രവർത്തകർക്കടക്കം ഈ CJPയുടെ അക്രമത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മലയാളി മാധ്യമപ്രവർത്തകനടക്കം പരിക്കേറ്റിരുന്നു. പിന്നീട് ചില മാധ്യമങ്ങളെ തെരഞ്ഞുപിടിച്ച് കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ ഇന്നലെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ഇതിൽ വലിയ ശ്രദ്ധ
ഇപ്പോൾ നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം സമരം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന രീതിയിൽ ജന്തർ മന്ദറിൽ അവർ ഒരു സമരപ്പന്തൽ കെട്ടി തുടരുന്ന സമരം അത് ഇങ്ങനെ തുടർന്നു പോകുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഓക്കെ, വ്യക്തമാണ്. ജന്തർ മന്ദർ ഇന്നിപ്പോൾ ശാന്തമാണ്. രാജ്യതലസ്ഥാനത്ത് ഇന്നലെ വ്യാപകമായ അക്രമമാണ് പാറ്റാക്കൂട്ടം അഴിച്ചുവിട്ടത്. നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നിപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം രാജ്യതലസ്ഥാനത്തെങ്ങും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കേന്ദ്രസേനയുടെ പ്രത്യേക നിരീക്ഷണമുണ്ട്. ജന്തർ മന്ദറും അതോടൊപ്പം തന്നെ പാർലമെന്റ് അടങ്ങുന്ന മേഖലകളെല്ലാം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ നിയന്ത്രണത്തിലാണ്. ഇന്നിപ്പോൾ കാര്യമായ സംഘർഷത്തിനുള്ള സാധ്യതയില്ല. ഇന്നലെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ച ജന്തർ മന്ദറിൽ നിന്നാണ് എസ് നന്ദഗോപൻ ചേർന്നത്. അവിടെ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമാണ്. പക്ഷേ ഇന്നലെ വലിയ ആക്രമണം നടന്നിരുന്നു. അതിന്റെ നാശനഷ്ടങ്ങളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്.